തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ്റെ കൂടെ നടക്കാൻ പറ്റുന്നില്ലെന്ന് ആർക്ക്? തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ മേയറായിരുന്ന, തിരുവനന്തപുരത്തെ വലിയ നേതാവായിരുന്ന, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള, കഴിഞ്ഞ 50 വർഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി നഗരസഭ ഭരിച്ചിട്ടുള്ള ആ നഗരസഭയെ കൂടി നടക്കാൻ പറ്റുന്നില്ലെന്ന് ആർക്ക്? നമ്മുടെ സാക്ഷാൽ ശിവൻകുട്ടി അണ്ണന്. അണ്ണനോ വല്ലാത്ത തള്ളാണ് തള്ളിയത്. ഇവിടെ ഞാൻ BJP സഹായിക്കാനോ അല്ലെ BJP പിന്നെ ഒരു ആങ്കറായി നിന്നുള്ള BJP പ്രൊമോഷന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഡിസംബർ മാസം അവസാനത്തിലാണ് രാജേഷിൻ്റെ നേതൃത്വത്തിൽ, VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ മേയർ അധികാരത്തിൽ വന്നത്. കറക്റ്റ് 3 മാസമായിട്ടുള്ളൂ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അതിനിടയിൽ 1.5 മാസം നമുക്ക് പോയത് തിരഞ്ഞെടുപ്പിനാണ് പോയത്. അപ്പോൾ വലിയ കാര്യമായി ഒന്നും ചെയ്യാനാകില്ല. ഇനിയിപ്പോൾ മഴ വരുന്നു, അതിൻ്റെ മഴയുടെ പൂർവ്വകാല ശുചീകരണ പരിപാടികൾ ചെയ്യേണ്ടതുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാലിന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി നിശ്ചിത കാലയളവിനുള്ളിൽ മാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കുമെന്ന് മേയറും അതുപോലെ തന്നെ സംവിധാനമൊരുക്കുമെന്ന് ഭരണകക്ഷിയും പറഞ്ഞിട്ടുണ്ട്. BJPയുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു. BJP അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഡോർ മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഇൻഡോറിൽ നിന്ന് അതിൻ്റെ നഗരസഭാ ചെയർമാനെ അടക്കം, മുനിസിപ്പൽ ചെയർമാനെ അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഇൻഡോറിലെ പ്രമുഖരായിട്ടുള്ള എക്സ്പേർട്ടുകളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ശരിക്കും കൃത്യമായ പരിപാടി നടത്തുമെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്. ഒരു 6 മാസം സമയം കൊടുക്കണ്ടേ? 50 വർഷം നിങ്ങളിവിടെ ഭരിച്ചില്ലേ? 50 വർഷം ഭരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ മാലിന്യത്തിൽ ചെയ്തത്? ആമയിഴഞ്ചാൻ തോട് ഇപ്പോൾ അതാ കണ്ടില്ലേ? ആമയിഴഞ്ചാൻ തോട് എന്ത് ഭംഗിയായി വൃത്തിയാക്കുന്നു. ആ ടൺ കണക്കിന് മാലിന്യമാണ് അവിടെ നിന്ന് വാരി മാറ്റുന്നത്. ആ ആമയിഴഞ്ചാൻ തോട്ടിൽ കാട്ടാക്കടയിലോ ഒറ്റശേഖരമല്ല ആ ഭാഗത്തു നിന്നുള്ള ഒരാൾ മരിച്ചില്ലേ? ഒരാൾ വീണ് മരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും അതിനെ മാറ്റിയോ? അതിനെ നിങ്ങൾ ക്ലീൻ ചെയ്തോ? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്യാതെ ചുമ്മാ വന്ന് തള്ളരുത് മാഷെ തള്ളുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് തള്ളണം. മാഷ് മന്ത്രിയാണ്. നിങ്ങൾ ശിവൻകുട്ടി സാറേ, നിങ്ങൾ മന്ത്രിയാണ്. നിങ്ങൾ വന്നിരുന്ന് തള്ളുമ്പോൾ നിങ്ങൾ നാറുന്നു എന്ന് പറഞ്ഞാൽ ഈ നാറ്റത്തിൻ്റെ 100% ക്രെഡിറ്റും നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ 3 മാസം കൊണ്ട് നഗരത്തിലുണ്ടായ മാലിന്യമല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഭംഗിയാക്കി എല്ലാം വച്ചിട്ട് പോയി 3 മാസം കൊണ്ട് ഇതെല്ലാം തകരാറിലായി പോയെങ്കിൽ ശരി, നിങ്ങളുടെ ഭരണസമിതി കഴിഞ്ഞ 50 വർഷമായി വച്ച ഉദ്യോഗസ്ഥരെ പോലും, ഹരിതകർമ്മസേന ഉദ്യോഗസ്ഥരെ പോലും മാറ്റിയിട്ടില്ല. ഒരാളെ മാറ്റാതെ, തൊഴിലാളികളെ മാറ്റാതെ ആ സംവിധാനം തന്നെയാണ് രാജേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഭംഗിയായി കൊണ്ടുപോകുമ്പോൾ ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ തുടക്കത്തിൽ തന്നെ തള്ളു മാത്രമേ ഉള്ളൂ, റീല് മാത്രമേ ഉള്ളൂ പറഞ്ഞ് തള്ളരുത്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റിയുണ്ട്, ഒരു സത്യസന്ധതയുണ്ട്. അത് മറ്റെവിടെ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ഇതുവരെ മെയ് മാസം 30-നോ 28-നോ 27-നോ അല്ലെങ്കിൽ മെയ് 25 കഴിഞ്ഞല്ലാതെ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ശിവൻകുട്ടിക്ക് സ്വാധീനമുള്ള ആളല്ലേ, മന്ത്രിയല്ലേ? അവിടെ കോർപ്പറേഷൻ്റെ സെക്രട്ടറിയെ വിളിച്ചൊന്ന് ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ അറിയാമല്ലോ. ഏതെങ്കിലും വർഷം ഏപ്രിൽ മാസം 15-ാം തീയതി തിരുവനന്തപുരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പോഴേ തുടങ്ങിയാലേ അത് സമ്പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മനോഹരമായ ഈ കാര്യങ്ങൾ ചെയ്യുന്ന, പട്ടിയെ ഇടുന്നതിനുള്ള ഷെൽട്ടറുകൾ തയ്യാറാക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇലക്ട്രോണിക് ബസ് കൊണ്ടുവരുന്നതിൽ, അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കയറി നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ, നിങ്ങൾ തിരുവനന്തപുരത്തെ മന്ത്രിയാണെങ്കിൽ താങ്കൾ മേയറെ വിളിക്കുകയും മേയർ താങ്കളെ വിളിക്കുകയോ മേയറെ വിളിക്കുകയോ രണ്ടും ആകാം. താങ്കളല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി തിരുവനന്തപുരം നഗരത്തിലുള്ള, തിരുവനന്തപുരം ജില്ലയുടെ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കളും GR അനിൽകുമാറും ഒക്കെ കൂടി മീറ്റിംഗ് വിളിച്ച് ഈ കാര്യങ്ങൾ ഭംഗിയായി നടത്തി സർക്കാർ സംവിധാനത്തെ ഏകോപിപ്പിച്ച് പോകുന്നതിന് പകരം നിങ്ങൾ 4-കിട രാഷ്ട്രീയം പറയുകയാണ്. നിങ്ങൾ മാറി നിന്ന് നഗരം നാറുന്നേ എന്ന് പറയുമ്പോൾ ഈ നാറ്റത്തിൻ്റെ മുഴുവൻ മൊണോപ്പോളിയും, മുഴുവൻ കുത്തകാവകാശവും, മുഴുവൻ കൊട്ടേഷനും നിൽക്കുന്നത് നിങ്ങളിലാണ്, നിങ്ങളുടെ പാർട്ടിയിലാണ്, നിങ്ങളുടെ നഗരസഭാ മേയർമാരിലാണ്. അത് മറന്നുകൊണ്ട് തല മറന്ന് എണ്ണ നയിക്കരുത് ശിവൻകുട്ടി സാറേ. ഒരു കാരണവശാലും അങ്ങയുടെ ഈ പ്രസ്താവന ശരിയായില്ല. അങ്ങ് ചിലപ്പോഴൊക്കെ പ്രായം നോക്കാതെ, പക്വത നോക്കാതെ, താങ്കളുടെ ഈ വലിയ സ്ഥാനങ്ങളിലിരുന്ന സ്ഥാനം നോക്കാതെ 4-കിട മണിയാശാനാകും. നിങ്ങൾ മണിയാശാന് പഠിക്കരുത്. മണിയാശാൻ പറയുമ്പോൾ നമുക്ക് ഇടുക്കിയുടെ വായ്മൊഴിയെന്നോ വായ്ത്തഴക്കമെന്നോ വരമൊഴിയെന്നൊക്കെ പറഞ്ഞ് കളയാം. നിയമത്ത് അങ്ങനെ ഒരു വായ്മൊഴിയും വായ്ത്തഴക്കമൊന്നുമില്ല. താങ്കൾ പറയുമ്പോൾ വളരെ കൃത്യം ഡേറ്റ വെച്ച് പറയണം. 50 വർഷക്കാലം എവിടെയായിരുന്നു നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എവിടെയായിരുന്നു? ഇത് എവിടെയാണ് തകരാറ് പറ്റിയത്? താങ്കൾ തന്നെ വിളപ്പിൽശാല ഫാക്ടറി തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ട് താങ്കൾക്ക് ശേഷം വന്നവർക്കോ വിളപ്പിൽശാല ഫാക്ടറി മുന്നോട്ട് പോകാൻ പറ്റിയില്ല? വലിയ ജനകീയ സമരത്തിന് മുമ്പിൽ ആ ഫാക്ടറി പൂട്ടേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇതിനൊക്കെ ഉത്തരം പറയണം. എന്തുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഫാക്ടറി നടത്താനുള്ള അനുവാദം
കിട്ടുന്നില്ല, ജനങ്ങൾ എന്തുകൊണ്ട് ശക്തമായി ഇതിനകത്തൊക്കെ എതിർപ്പ് വരുന്നു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് എൻ്റെ ഉത്തരവാദിത്വം സർക്കാർ എഴുതി വെച്ചത് കൊണ്ടോ മാലിന്യ സംസ്കരണത്തിൽ ഞങ്ങൾ മുമ്പിലാണെന്ന് മുഖ്യമന്ത്രി തള്ളിമറിച്ചത് കൊണ്ടോ ലോകം മുഴുവൻ വന്ന് കാണൂ ഞങ്ങൾ മാലിന്യത്തിൽ ഒന്നാമതാണ് സംസ്കരണത്തിലെന്ന് പറഞ്ഞാലൊന്നും തീരുന്ന വിഷയമല്ല. വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കൊരവകാശമില്ല. രാജേഷിന് കുറച്ചുകൂടി സമയം കൊടുക്കുക. എന്നിട്ടും രാജേഷ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാനും കൂടി വരാം നിങ്ങളെ കൂടെ വിമർശിക്കാൻ. നമുക്ക് ശക്തമായി വിമർശിക്കാം. താങ്കളുടെ ബൈറ്റ് എടുത്ത് തന്നെ നമുക്ക് കൊടുക്കാം. അതുവരെ ലെറ്റ് us see. Please wait for some time.